നമസ്കാരം. മാധ്യമപ്രവർത്തകൻ ആർ റോഷിപാലിന്റെ അവൾക്കൊപ്പം എന്ന് പറയുന്ന പുസ്തകം വലിയ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ സൈബർ വെട്ടുക്കിളികൾ പോരാളി വാസുമാർ സൈബർ ഇടങ്ങളിൽ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഞങ്ങൾ പൾസർ സുനിക്കൊപ്പം എന്ന് പറഞ്ഞ് അവർ കമന്റ് ഇടുമ്പോൾ മറുപടിയായി ആർ റോഷിപാൽ പറയുന്നത് അവൾക്കൊപ്പം എന്ന് തന്നെയാണ്. അവൾക്കൊപ്പം എന്ന തന്റെ പുസ്തകത്തിന്റെ സ്ക്രീൻഷോട്ട് അടക്കം അദ്ദേഹം മറുപടിയായി നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്താണ് കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങളെ ഇത്രയധികം ചൊടിപ്പിച്ചത്? എന്തുകൊണ്ടാകാം ആർ റോഷിപാലിനോട് കോൺഗ്രസിന്റെ സൈബർ വെട്ടുക്കിളികൾക്ക് ഇത്രയധികം ദേഷ്യം? ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു മാധ്യമവും ഇത് ചർച്ച ആദ്യം തന്നെ നമുക്ക് ആ റോഷിപാലിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള DC ബുക്സ് ഈ ബുക്കിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അവൾക്കൊപ്പം എന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ നടത്തിയ സുദീർഘവും അപകടം നിറഞ്ഞതുമായ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവക്കുറിപ്പാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രമുഖരുടെ ഗൂഢനീക്കങ്ങളെയും വേട്ടക്കാരെ സഹായിച്ച വ്യവസ്ഥിതിയെയും തുറന്നു കാട്ടുന്നതോടൊപ്പം നീതിക്കായുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ കഥയും ഈ പുസ്തകം പങ്കുവെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭാവന പറഞ്ഞ ഒരു വാക്ക് അതിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇത് ഒരാളുടെ അനുഭവം പറയുന്ന പുസ്തകമല്ല, അനീതിയെ നേരിടുന്ന സ്ത്രീകൾക്ക് ശബ്ദവും കരുത്തും നൽകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഒരു യാത്ര കൂടിയാണെന്നാണ് എന്റെ വിശ്വാസം എന്നാണ് ഭാവന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് DC ബുക്സ് ഈ ബുക്കിനെ പറ്റി പറഞ്ഞതും ഭാവന ഈ ബുക്കിനെ പറ്റി പറഞ്ഞതും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാകും കോൺഗ്രസിന്റെ ഈ സൈബർ വെട്ടുക്കിളികൾ ഇതുവരെ ഓക്കെയാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും കോൺഗ്രസിലെ നേതാക്കൾ ആർക്കൊപ്പമായിരുന്നു? ഈ നടി ആക്രമിച്ച കേസിൽ അതായത് പ്രതിയായിരുന്ന ദിലീപിനൊപ്പമായിരുന്നു അല്ലെ. ദിലീപിനെ വലിയ രീതിയിൽ തന്നെ പിന്തുണച്ചുകൊണ്ടും ദിലീപ് പ്രതിസ്ഥാനത്ത് ഉള്ള സമയത്ത് പോലും അദ്ദേഹവുമായി വേദി പങ്കിട്ടവരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അൻവർ സാദത്തും അതുപോലെ തന്നെ പല കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ദിലീപുമായിട്ട് വേദി പങ്കിട്ടതും ഒക്കെ എല്ലാവരുടെ മുമ്പിലുമുള്ള ചിത്രമാണ്. അപ്പൊ സ്വാഭാവികമായും ഇവർ എക്കാലത്തും ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ ഇരയ്ക്കൊപ്പമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലും എടുത്തു നോക്കിയാൽ നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് ഇരയെ നിരവധി തവണ നിരന്തരം ആക്രമിക്കുന്ന ഇത്തരം സൈബർ കൂട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം ഇതിനെതിരെ സംസാരിക്കുന്ന ഈ കോൺഗ്രസിനകത്തുള്ള എല്ലാവരും ഈ പറയുന്ന വേട്ടക്കാരനൊപ്പം അല്ല കേട്ടോ, ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇരയ്ക്കൊപ്പം നിൽക്കുന്നവരെ ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ പല രീതിയിൽ ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കാഴ്ചയാണ് ആ റോഷിപാലിന്റെ അവൾക്കൊപ്പം എന്ന ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പറ്റം ഈ മാങ്കൂട്ടത്തെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വേട്ടക്കാരെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറെ മൂടുതാങ്ങികളായിട്ടുള്ള അടിമകളാണ് ഈ ആ റോഷിപാലിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇവരെ വലിയ രീതിയിൽ തന്നെ വിഷമത്തിലാക്കിയ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആ റോഷിപാലിന്റെ പുസ്തകം ഇത്ര ഹിറ്റാക്കി കൊടുത്തവരാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത് വേറൊരു വസ്തുത. അപ്പോ ആ റോഷിപാല് തന്റെ പുസ്തകം KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം നമുക്കറിയാം ഒരു KSUവിന്റെ പഴയ പ്രവർത്തകനാണ്, നേതാവും കൂടിയാണ്. മാത്രമല്ല കോൺഗ്രസിനോട് നല്ല അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. പൊതുവെ അദ്ദേഹത്തിന്റെ നേതാക്കൾക്ക് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ ഒരു കോപ്പി കൊടുക്കുക എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. അതിൽ വേറെ തെറ്റൊന്നും കാണുന്നില്ല. എല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ചിത്രം, ആദ്യം ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതായത് അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്ന ചിത്രമാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. കസേരയിലിരിക്കുന്ന റോഷിപാലിന്റെ കയ്യിൽ അവൾക്കൊപ്പം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ കസേരയോട് ചാരി നിന്നിട്ടാണ് ചെന്നിത്തല ഇത് നോക്കിക്കാണുന്നത്, ഈ പുസ്തകം നോക്കി കാണുകയാണ്. അപ്പോൾ അവര് അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഈ സൈബർ വെട്ടിക്കളികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. KC വേണുഗോപാലിന് ഇത് കൊടുക്കുന്നുണ്ട്. ആ ചിത്രം നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. KCക്ക് കൊടുക്കുമ്പോഴും സ്വാഭാവികമായിട്ട് KCനെ ആക്രമിക്കുകയാണ് ഈ സൈബർ വെട്ടിക്കിളികൾ. അല്ലെങ്കിൽ സ്വന്തം നേതാക്കളെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം വിഷയങ്ങളിലൊക്കെ നീതിക്കൊപ്പം നിൽക്കുന്ന ആളുകളെയൊക്കെ ആക്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് ഇവരെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോ ഇത് കണ്ടോ, നേതാക്കൾ ചതിച്ചു, നേതാക്കൾ എന്ത് വൃത്തികെട്ടവന്മാരാണ്, കണ്ടില്ലേ റോഷിപാലിനെ പോലുള്ള ആളുകളെയൊക്കെ മൂട് താങ്ങി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായിട്ടും ആ നേതാക്കൾക്ക് കിട്ടുന്ന പിന്തുണയും മണ്ടന്മാർ അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ നീതിക്കൊപ്പമാണ് എന്ന് ഇവർ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിളിച്ചു പറയുകയാണ് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള സൈബർ വെട്ടുക്കിളികൾ റോഷിപാലിനെ ആക്രമിച്ച് നേതാക്കളെ ആക്രമിച്ച് അഴിഞ്ഞാടുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയൊരു വിഷവിത്തുകൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ സൈബർ ഗ്യാങ്ങിലുണ്ട് എന്നുള്ളതാണ്. അവരാണ് നിരന്തരം സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നത്. അവരാണ് നിരന്തരം ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് ഇരയെ ആക്രമിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നോക്കൂ, ഈ
ഈ ഇടക്കാലത്ത് നടന്നിട്ടുള്ള ഒരുപാട് സൈബർ ആക്രമണങ്ങളുണ്ട്. സൗമ്യ സരിൻ അടക്കം നേരിട്ടുള്ള സൈബർ ആക്രമണങ്ങളുണ്ട്. ആ ആക്രമണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള സൈബർ വെട്ടിക്കൂട്ടങ്ങളെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊക്കെ തന്നെയാണ് ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ ആക്രമിച്ചിട്ടുള്ളത്. ഇവരെ ഒന്നും നിലയ്ക്ക് നിർത്താൻ വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് കഴിയാത്തിടത്തോളം കാലം കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ വരും വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ വരും നാടുകളിലൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം സ്ത്രീകൾ, നിങ്ങളുടെ പാർട്ടിയിലുള്ള സ്ത്രീകളെ പോലും ഇവർ ആക്രമിക്കുന്നു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തായാലും നമുക്ക് ഇത് കൊടുത്തുകൊണ്ട്, നേതാക്കൾക്ക് കൊടുത്തുകൊണ്ട് ആ റോഷിപാൽ ഫേസ്ബുക്കിൽ കുറിച്ച ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. എം മുകുന്ദന് അദ്ദേഹം ഈ പറയുന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ. എന്റെ എഴുത്തിന് പ്രേരകമായത് പ്രിയപ്പെട്ട കഥാകാരൻ മുകുന്ദേട്ടന്റെ വാക്കുകളാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ ഉള്ളറകൾ നാടറിയണമെന്ന് മുകുന്ദേട്ടൻ പറഞ്ഞു. വാർത്തയുടെ പിന്നാലെയുള്ള യാത്രയിൽ അനുഭവിച്ച പ്രതിസന്ധികൾ തുറന്നെഴുതാൻ മുകുന്ദേട്ടൻ നിർബന്ധിച്ചു. അങ്ങനെ തുടങ്ങിയ എഴുത്താണ് അവൾക്കൊപ്പം ഒരു മാധ്യമപ്രവർത്തകന്റെ യാത്ര. ഇന്ന് പള്ളൂരിലെ വീട്ടിലെത്തിയപ്പോൾ മുകുന്ദേട്ടൻ ആദ്യം ചോദിച്ചത് ഭീഷണികൾ വർദ്ധിച്ചോ എന്നാണ്. മുകുന്ദേട്ടനിലെ പച്ചയായ മനുഷ്യൻ എല്ലാ കാലത്തും അവൾക്കൊപ്പമാണ് എന്നാണ്. ഭീഷണികൾ വർദ്ധിച്ചു എന്നുള്ളത് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി നോക്കൂ, ഇദ്ദേഹം KC വേണുഗോപാലിന് കൊടുത്തിട്ട് എഴുതിയത് ഇങ്ങനെയാണ്. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർപേഴ്സൺ KC വേണുഗോപാലിന് അവൾക്കൊപ്പം ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണ യാത്രാ പുസ്തകം കൈമാറി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നീതി നിഷേധങ്ങളുടെ വിവരങ്ങളാണ് അവൾക്കൊപ്പം ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണം എന്ന പുസ്തകത്തിലൂടെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചത്. DC ബുക്സ് പുറത്തിറക്കിയ പുസ്തകം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. കേരളത്തിൽ മറ്റാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയും സർക്കാരും ജാഗ്രത പുലർത്തുമെന്നും വിശ്വസിക്കുന്നുവെന്നാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ വിഷയമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ആ റോഷിപാൽ നേരിടേണ്ട അവസ്ഥയുണ്ടാകുമ്പോഴും രാത്രിക്ക് ഇരുന്ന് സതീശനെ ന്യായീകരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ ചാനലിൽ. ആ സ്ത്രീ പോലും, ആ സ്ത്രീയുടെ പേര് പോലും ഞാൻ പറയുന്നില്ല കേട്ടോ, ആ സ്ത്രീ പോലും ഈ ഒരു വിഷയത്തിൽ സഹപ്രവർത്തകനെ ഒന്ന് പിന്തുണച്ചുകൊണ്ടോ അങ്ങനെയൊന്നും നടത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. എങ്ങനെ വരാനാണ്? അത് മറ്റൊരു സൈബർ ഇടത്തിലെ മറ്റൊരു സൈബർ ന്യായീകരണ തൊഴിലാളി അടിമ എന്നല്ലാതെ വേറൊന്നും അതിനൊന്നും പറയാനില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പുസ്തകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ, അതായത് പീഡന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എഴുതിയിട്ടുള്ള കാര്യം കൂടി ഒന്ന് വായിക്കാം. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ 8ാം പ്രതി ദിലീപിന്റെ കൈവശമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. ഇത് ബോധ്യപ്പെടുത്തുന്ന ഒന്നിൽ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ നിരത്തുന്നുണ്ട്. അനൂപിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയ പീഡന ദൃശ്യത്തിന്റെ വിവരണം പ്രധാന തെളിവാണ്. ഈ വിവരണം ആധുനിക സാങ്കേതിക സംവിധാനത്തിന്റെ സഹായമില്ലാതെ തയ്യാറാക്കാൻ കഴിയില്ല. ദൃശ്യങ്ങൾ കൈവശമുണ്ടെങ്കിലും ശബ്ദദൃശ്യ വിവരണം തയ്യാറാക്കാൻ മണിക്കൂറുകൾ ചെലവാക്കേണ്ടി വരുമെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ നിരീക്ഷണം. പീഡന ദൃശ്യങ്ങളിലെ ഓരോ ചലനങ്ങളും നേരിയ ശബ്ദങ്ങൾ പോലും കൃത്യമായി ഈ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂപിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് 4 പേജുകളിൽ എഴുതി തയ്യാറാക്കിയ ഈ വിവരണം കണ്ടെത്തിയത്. ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ഈ ചിത്രങ്ങൾ നശിപ്പിച്ചിരുന്നു. പക്ഷേ ഫോൺ മെമ്മറിയിൽ നിന്നും ഇത് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നില്ല. 2017 ഡിസംബർ 30-ന് ദിലീപിന്റെ വീടായ പത്മ സരോവരത്തിൽ നിന്നാണ് ഈ വിവരണത്തിന്റെ ചിത്രം അനൂപിന്റെ ഫോണിലേക്ക് പകർത്തിയത്. ശാസ്ത്രീയ പരിശോധനയിലെല്ലാം തെളിഞ്ഞു. ദൃശ്യങ്ങൾ കൈവശമില്ലാതെ ഈ വിവരണം തയ്യാറാക്കാൻ കഴിയില്ലെന്ന ഫോറൻസിക് സയന്റിഫിക് ഉദ്യോഗസ്ഥരുടെ വിശദീകരണവും വിചാരണ കോടതി അംഗീകരിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും പുറത്തുവിട്ട ശബ്ദരേഖയും എങ്ങനെ അവിശ്വസിക്കും എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റോഷിപാൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല റോഷിപാലിന്റെ ഈ പുസ്തകം ഇതിനോടകം തന്നെ നിരവധി ആളുകൾ വായിച്ച് മികച്ച റിവ്യൂകളും അദ്ദേഹത്തിന്റെ ആ ഒരു ഇത്തരത്തിലുള്ള ധൈര്യത്തെ പിന്തുണച്ചുകൊണ്ടൊക്കെ നിരവധി പോസ്റ്റുകൾ നിറയുമ്പോഴും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സൈബർ വെട്ടുക്കിളികൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന വേട്ടക്കാരന്റെ പക്ഷം പിടിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെയൊക്കെ മനസ്സെന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ റോഷിപാലിനെ പോലെ അവരുടെ തന്നെ ഒരു നേതാവായിരുന്ന വ്യക്തി മാധ്യമ പ്രവർത്തകനായ ശേഷം നടത്തിയ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിനൊപ്പം ചേർന്ന് അതിനെ പിന്തുണച്ച് ഒന്നിച്ച് നടക്കേണ്ടവർ പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തെ കല്ലെറിയുന്നു. അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി സൈബർ കൂട്ടങ്ങൾ തന്നെ ഇട്ടുകൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പക്ഷെ അവിടെയൊന്നും ആ റോഷിപാൽ തളർന്നു പോകുന്നില്ല. എല്ലാ സൈബർ വെട്ടുക്കിളികൾക്കും മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം തലയുയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴും ആളറിഞ്ഞ് കളിക്കടാ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിന്നേക്കാളൊക്കെ മുമ്പ് ഈ കൊടി പിടിച്ചവനാണ് ഞാൻ എന്ന് തന്നെയാകും ഒരുപക്ഷെ അദ്ദേഹം പറയുക. എന്തോ ആകട്ടെ, ആ റോഷിപാലിന് എല്ലാവിധ പിന്തുണയും. അവൾക്കൊപ്പം എന്ന പുസ്തകം എന്തായാലും വലിയ രീതിയിൽ തന്നെ ഹിറ്റായി മാറട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.